നോയിക്കോ, എന്നെ കേട്ടിട്ടില്ല എന്നുള്ളത് KSRTC മുഴുവൻ നഷ്ടത്തിൽ ഓടി ചിന്ന ഭിന്നമായി പോട്ടെ. ഈ ഒരു ശാപം കേൾക്കുമ്പോൾ മഹാഭാരതത്തിൽ എങ്ങാനുമാണ് തോന്നുന്നു. ഈ ശിഖണ്ഡികളുടെ ശാപം ഏൽക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജസ്റ്റ് കേട്ടപ്പോ തോന്നിയെന്നുള്ളൂ കേട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. ഈ വീഡിയോയിൽ ഒരു പക്ഷേ ഞാൻ ഉത്തരം പറയുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ ഉത്തരം പറയാൻ നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് ഞാൻ KSRTCയിലുള്ള ഈ സൗജന്യ യാത്ര ഉപയോഗിക്കും. പിന്നെ എന്നെ ആരെങ്കിലും പുറത്താക്കാൻ നോക്കിയാ എന്റെ വിധം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാസി ചേട്ടായി രംഗത്ത് വന്നിട്ടുണ്ട്. കാണാല്ലേ, കാണാം. ഏറ്റവും വലിയ കാര്യം ജാസി ബസ്സിൽ യാത്ര ചെയ്യുമോ എന്നുള്ളതാണ്. KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ KSRTC യാത്ര ഞാൻ അതിന് എന്തോളം ഞാൻ പൊരുതണോ ഞാൻ പൊരുതും. കാരണം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ജാസി എങ്ങനെ സ്ത്രീ ആവുമെന്ന് അല്ലേ? ഞങ്ങൾക്കൊരു ഡൗട്ടും ഇല്ല ജാസി സ്ത്രീ എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഇങ്ങനെ പൊട്ടുകൊത്തി ഒരു സാരിയും ജാക്കറ്റൊക്കെ കയറ്റിയാണ്ട് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീ ആവും. ഞങ്ങളിപ്പോ മനസ്സിലാക്കിയെന്ന് സ്വയം ഡിക്ലെയർ ചെയ്താൽ മതി എന്ന് അവർ പറയുന്നത്. ഞാൻ പെണ്ണാണെന്ന് നാളെ പറഞ്ഞാൽ ഞാൻ പെണ്ണാണ്, അങ്ങനെയാണല്ലോ. നിയമത്തിന്റെ ഒക്കെ മുകളിലാണല്ലോ നിങ്ങൾ. അവിശ്വസിച്ച് ബാക്കി പറ. അതാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ആൾക്കാർ. പിന്നെ ചില ആൾക്കാരൊക്കെ വെറുതെ ഈ ടോപ്പിക് എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. റീച്ചാണ് മെയിൻ. പിന്നെ ചില ആൾക്കാർ നീ ബസ്സിൽ കയറുന്ന എനിക്കൊന്ന് കാണണം, നീ ആര്, നിങ്ങളൊക്കെ ആര്, ഞാൻ ബസ്സിലോ കാറിലോ ഫ്ലൈറ്റിലോ കയറി, അല്ല നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്നാ എനിക്ക് അറിയാൻ വയ്യാത്തത്. എന്താ നിങ്ങളിലേക്ക് ജാസ്തി ഇതാ ഈ തുമ്പത്ത് അങ്ങ് പിടിച്ചോളൂ, ഈ സാരി തുമ്പത്ത് പിടിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. ഈ സാരി തുമ്പത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവത്തിനെ ഉമ്മാന്റെ അടുത്ത് നിന്നും പറിച്ചു കൊണ്ടേ വെച്ചിട്ടില്ലേ, അവൻ പിടിച്ചോളൂ ആ സാരി, അവൻ അത് ചേരുള്ളൂ എന്നുള്ളതാണ്. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കുറ്റിപ്പുറത്തൊന്നും ഇതൊന്നും കണ്ടിട്ട് മിണ്ടാൻ ആളുകളില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുള്ളതാണ്. നിങ്ങളൊക്കെ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഈ സ്ത്രീകൾക്കുള്ള സംവരണത്തിൽ നീ ഒന്ന് കയറിയിരുന്ന് കാണിക്ക്, ഞങ്ങൾ നോക്കട്ടെ. നീ ഫ്രീ ആയിട്ട് യാത്രയൊക്കെ ചെയ്യും, അതറിയാം, വേറെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് തന്നാൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. പക്ഷെ സ്ത്രീകളുടെ സംവരണ സീറ്റിൽ നീ കയറിയിരുന്നിട്ട് ഫ്രീ ആയിട്ടൊന്ന് യാത്ര ചെയ്യും, നമുക്കൊന്ന് കാണാലോ. നിങ്ങൾ ജാസി ഇറങ്ങണതും കയറുന്നതും വിട്ടുപിടിയേ. പക്ഷെ ഞാൻ KSRTC യാത്രയിൽ ബസ്സിൽ യാത്ര ചെയ്യും ഫ്രീ ടിക്കറ്റ് ആയിട്ട്. ഇനിയിപ്പോൾ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം, കാരണം ഞാൻ സർജറി ചെയ്താണല്ലോ. അല്ല അണ്ണോ നാളെ ഇതേ പേരും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഈ വേഷഭൂഷാദികളോടുകൂടി നടക്കും. അപ്പോഴെങ്കിലും ഇവിടെയുള്ള സ്ത്രീകൾ ഒന്ന് പ്രതികരിക്കണേ, വളരെ ആഗ്രഹത്തോടു കൂടി പറയാണ് കേട്ടോ. ഇപ്പൊ ലേഡീസ് ബാത്റൂമിൽ തന്റെ കൂടെ വരുന്നത് ലേഡീസ് ആണോ എന്ന് അറിയില്ല എന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതാ പറയുന്നേ, ഈ ഒരു സമൂഹം അതപ്പതിച്ച് പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കുക. വെല്ലുവിളികളാണ് കേട്ടോ, വെല്ലുവിളികൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ അല്ലേ. പകുതി പെണ്ണായ ആളല്ലേ നിങ്ങൾ പറയുമ്പോൾ, പകുതി പെണ്ണായ എനിക്ക് പകുതി ടിക്കറ്റ്. അതായത് എവിടെയാണോ എനിക്ക് പോവേണ്ടത് അവിടെ ഒരു 150 രൂപയാണ്, അല്ലെങ്കിൽ ഒരു 200 രൂപയാണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. അങ്ങനെ ആ പൈസ കണ്ടക്ടർ വാങ്ങിയിട്ട് പോരെ മോളെ എന്ന് പറയുന്നതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഒരിക്കലും ഇല്ല. മിക്കവാറും കണ്ടക്ടറിന്റെ അടുത്തുള്ള ആ മണി അടിക്കാൻ നിൽക്കേണ്ടി വരും, വേറെ ഒന്നും സംഭവിക്കില്ല. ബാക്കി പകുതി ഞാൻ പെണ്ണാണെന്ന് പറയും. അപ്പോഴോ ഈ സൗണ്ട് ഞാൻ കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിൽ നിന്ന് ഇവിടുന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. കുറ്റിപ്പുറത്താണല്ലോ എന്റെ വീട്. അവിടെ കുറെ ആൾക്കാര് ഈ ശബ്ദത്തെ കുറിച്ചിട്ട് ഇടക്കിടക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നില്ല, പകരം കുറച്ച് ചേച്ചിമാര്, കുറച്ച് സ്ത്രീകൾ കൊടുക്കുന്നുണ്ട്, കുറച്ച് പെങ്ങന്മാര് കൊടുക്കുന്നുണ്ട്. കാണാം. പ്രഖ്യാപനങ്ങളുണ്ട്, അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പൊ ജാസിനെ ബസ്സിൽ കയറ്റിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെ എന്താ, ഞാൻ സ്ത്രീകൾ എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടങ്ങും. സ്ത്രീയോ? അതെപ്പോഴാടാ ജാസി നീ സ്ത്രീയായേ? നെഞ്ചിൽ കുറെ സിലിക്കോൺ കയറ്റി വെച്ചെന്ന് പറഞ്ഞാൽ നീ സ്ത്രീ ആകുമോ? ബസ്സിൽ കയറുന്നതും കയറാതൊക്കെ നിന്റെ ഇഷ്ടം, പക്ഷെ നീ സ്ത്രീയാന്ന് പറയരുത്. നീ ട്രാൻസ്ഫോമർ ആണെന്ന് നിന്റെ ജെൻഡേഴ്സിലുള്ള ആൾക്കാർ പോലും ഇതുവരെയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോഴാണ് നീ സ്ത്രീ ആണെന്ന് വന്ന് പറയുന്നത്. നീ ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? ഓർമ്മയുണ്ടോ അന്ന് നിന്റെ ആൾക്കാർ നിന്നെ ആട്ടി വിട്ടതിട്ടാവുമെന്ന് പറയും അവൻ സ്ത്രീയാണത്രേ. കുറെ ലിപ്സ്റ്റിക് ഒടിച്ച് കുറെ മേക്കപ്പ് ഇട്ട് നടന്നു കഴിഞ്ഞാലും കുറച്ച് സിലിക്കോൺ നെഞ്ചിട്ട് കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ആവില്ല മകനെ. നീ അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടി പോകും, അതുകൊണ്ട് അവര് പറയുന്നത് കേൾക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ജാസിക്ക് എന്തോ പറയാനുണ്ട്, ഒന്ന് കാണാട്ടോ. ഞാൻ എന്തായാലും സർജറി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആൾക്കാർ പറയും നീ അതിന് ഫുൾ സർജറി ചെയ്തോന്ന്. അപ്പോൾ എനിക്ക് KSRTCയിൽ സൗജന്യ യാത്ര വേണ്ട, പകുതി മതി. എവിടേക്കാ പൊടിച്ചാൽ 200 രൂപകളുടെ ചാർജ് ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കത്തുള്ളൂ. പകുതി പെണ്ണാണല്ലോ, അങ്ങനെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ പകുതി കൺസിഡറേഷൻ കിട്ടട്ടെ എനിക്ക്.
അങ്ങനെ ഒരു സമ്പ്രദായം എന്തായാലും ഇന്ത്യ എന്ന മഹാരാജ്യത്തില്ല. ഇപ്പൊ ദുബായിൽ പോയപ്പോ അവിടെ മറ്റുള്ള സമ്പ്രദായങ്ങളിൽ മറ്റുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആഫ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. ഇവിടെ എന്തായാലും ആ ഒരു സമ്പ്രദായം ഇല്ല. ഇവിടെ സ്ത്രീകൾക്കുള്ള സംവരണം അത് സ്ത്രീകൾക്കുള്ളതാണ്, പുരുഷന്മാർക്കുള്ളത് പുരുഷന്മാർക്കുള്ളതാണ്. അങ്ങനെ സംവരണ സീറ്റുകളും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അതൊക്കെ അതത് ആളുകൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഇത്ര ആനുകൂല്യങ്ങളില്ല. പകരം നിങ്ങൾക്ക് സർജറി ചെയ്യാൻ 5 ലക്ഷം രൂപ വരെ സർക്കാർ കൊടുക്കുന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ എടുത്തു പോയല്ലോ അല്ലെ, പുതിയ നിയമമൊക്കെ പാസ്സായല്ലോ. ഇവിടെ കിടന്ന് കരയാതെ അതിനെതിരെയൊക്കെ സംസാരിച്ചുകൂടെ? അല്ല, ഇതിനൊക്കെ അല്ലെങ്കിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അടിച്ച് ഓടിച്ച വീഡിയോ ഒക്കെ നമ്മൾ കണ്ടത് കിടന്ന് കരയായിരുന്നു. നിന്റെ കൂടെ നിന്റെ കമ്മ്യൂണിറ്റി ഉള്ളവർ പോലും നിന്നെ അംഗീകരിച്ചിട്ടില്ലടാ. നീ സ്ത്രീയാണെന്ന് ഇന്ന് വരെ അവരാരും നിന്നെ അംഗീകരിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അവരുടെ ഇന്റർവ്യൂകൾ വന്നിട്ട് നിന്റെ കാര്യങ്ങൾ പറയുന്നത് അവര് നിന്നെ പറ്റി അഭിപ്രായങ്ങൾ അവർ പറയുന്നത്. നിന്നെ ഒരാളും നിന്നെ അംഗീകരിച്ചിട്ടില്ല. നീയാണ് ഓരോ എന്താ പറയാ മീഡിയസിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ സ്ത്രീയാണ്, സർക്കാരിന്റെ ബസ് വരുമ്പോൾ ഞാൻ ചോദിച്ചു മേടിക്കും എനിക്ക് ടിക്കറ്റ്, ഞാൻ സ്ത്രീയാണ് എന്നൊക്കെ നീ വിളമ്പണുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നെ ഏറ്റെടുക്കാത്തത്? നീ പുരുഷനായതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? നിന്നെ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ കൂടി പുറത്താകും, അവർക്ക് കിട്ടുന്ന കഞ്ഞിയും കൂടി ഇല്ലാതെയാകും, മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ നടക്കാം ഞാൻ സ്ത്രീയാണൊക്കെ. ഈ സ്ത്രീ എന്ന് പറയാനായിട്ട് നിനക്ക് പ്രാന്താണ്, അല്ലാതെ എന്താ പറയാ? എന്താ പറയാ, ഒരു ബാഗ് മേടിച്ചാൽ അത് 2 ലക്ഷം രൂപ, അവൻ ഒരു സാരി കൊടുത്തു കഴിഞ്ഞാൽ അത് 1 ലക്ഷം രൂപ, 50,000 രൂപ, അവന്റെ മാലക്ക് കൊടുക്കണം 60,000 രൂപ. നീ ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കണേണല്ലടാ. നീ ഇത്ര വലിയ കോടീശ്വരനാണ്. നിനക്ക് അവിടെ ദുബായിൽ എന്തായാലും നിനക്ക് ബിസിനസ്, നിനക്ക് വല്ല സ്വർണ്ണം കടത്തായിരിക്കും. അതുകൊണ്ടാണ് നിനക്ക് 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷത്തിന്റെ സാധനങ്ങൾ നിനക്ക് മേടിക്കാൻ പറ്റുന്നത്. ഇവിടെ വന്ന് തള്ളണ ഒരു മര്യാദയില്ലേ? ഇത് തള്ളാതെ തള്ളിക്കൂട്ടേ ജാസിയെ. ഇപ്പോൾ ഞാൻ സ്ത്രീയായിരിക്കും എന്താ. അപ്പൊ കുറെ ഡോക്ടർമാർ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പെണ്ണാണ് എനിക്ക് സർജറി ചെയ്യണം പറയുമ്പോൾ തന്നെ വേഗം അങ്ങ് സർജറി ചെയ്യാനായിട്ട് കുറെ എന്താ പറയുക സിലിക്കോൺ വെച്ച് കുത്തി കയറ്റിട്ട് അത് ശരീരം ഉണ്ടാക്കും, വേഗം അവിടെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് സ്ത്രീയാണെന്നുള്ള അവർക്ക് അത് കിട്ടുകയും ചെയ്യും. പിന്നെ ഏജന്റുകൾ നടക്കണുണ്ടല്ലോ, ഇവര് പെണ്ണാണ് ആണാണ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വേഗം അങ്ങ് എന്താ പറയുക കൊടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹങ്ങളിൽ നടക്കുന്നത്. അതാണ് ഇതുപോലെയുള്ള ആൾക്കാർ പെട്ടെന്ന് ഞാൻ സ്ത്രീയാണ് വേഷം കെട്ടി വരുന്ന സമയത്ത് ഈ ഡോക്ടർമാർ എല്ലാത്തിനും കൂട്ടു നിന്നിട്ടാണ് ഈ ഡോക്ടർമാർ ആദ്യം തല്ലിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള സർക്കാർ നല്ലതല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ആൾക്കാർ ഇപ്പൊ എന്താ പറയുക പെരുക്കിക്കൊണ്ടിരിക്കുകയാണ് വിവരം കെട്ടതുകൾ. എന്നിട്ട് സ്ത്രീയാണ് എന്ന് പറയാനുള്ള അടിസ്ഥാനം ഇത് എന്ത് തേങ്ങയാണ് ഉള്ളത് അല്ലെ? ഞാൻ അറിയാണ്ട് ചോദിക്കുന്നതാണ്. ഈ വേഷം കെട്ടിയ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഞാൻ സ്ത്രീയാണ് പറഞ്ഞിട്ട്. സ്ത്രീകളുടെ വില കളയാനായിട്ട് ഇതുപോലെയുള്ള വൃത്തികെട്ടന്മാരുണ്ട് നാട്ടിലിങ്ങനെ. പിന്നെ കുറെ ആൾക്കാർ നിന്റെ കൂടെ നിൽക്കണം, അവരെയും നീ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നില്ലേ, അവരുടെ കടയിൽ ആൾക്കാർ വരാനും അതുപോലെ തന്നെ റീച്ചിന് വേണ്ടിയാണ്. അല്ലാണ്ട് നിങ്ങളുടെ ഭംഗി കൊണ്ടോ അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടൊന്നും അല്ല, മനസ്സിലായില്ലേ? അവരുടെ റീച്ച് കാര്യങ്ങൾ അതുപോലെ അവരുടെ കടയിലുള്ള സാധനങ്ങൾ വിറ്റ് പോകാനാണ് നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോണത്. കുറെ മേക്കപ്പ് അടിച്ച് പിന്നെ ഇങ്ങനെ നടക്കണേണ്, കുറെ മിന്നണ സാരിയും കുണ്ടി കുറ്റി കുറെ എന്താ പറയാ ബാഗും, ഒരു 10 ലക്ഷം രൂപയാണ് 5 ലക്ഷം രൂപയാണ് പറഞ്ഞ് നടക്കണേണ്. നിനക്കൊക്കെ നീ ദുബായിൽ നിനക്ക് കള്ളക്കടത്തായിരിക്കും, അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും കാശ് വൃത്തിയായിട്ട്. അടിപൊളി. ഒരു നീണ്ട വീട് തന്നെ അത് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കൊടുക്കുമ്പോ അതാ ഇങ്ങനെ കൊടുക്കണം കേട്ടോ, ഇങ്ങനെ കൊടുക്കണം. ഈ വീഡിയോ കാണുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവരെങ്ങാനും KSRTC ബസ് നിങ്ങളുടെ അടുത്ത് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ വന്നിരുന്ന അടുത്ത് ഇരുത്തണോ ഇരുത്തണ്ടെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം പകുതി സർജറിയെ കഴിഞ്ഞിട്ടുള്ളൂ. അതെവിടെയാ കഴിഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഞാൻ 500 ആണെങ്കിൽ 250 കൊടുക്കൂ. അല്ല പിന്നെ ഞങ്ങളുടെ അടുത്ത കളി അല്ല. നീ ഒരു സ്ത്രീയല്ലേ, നിന്നെ കേറ്റോ ഉറപ്പായിട്ടും. ജാസിയുടെ കൂടെ ഞാനും ഉണ്ടാവും. ഇവരിപ്പോ ആ ചോദിച്ച ചോദ്യമില്ലേ, നീ ഒരു സ്ത്രീയല്ലേ നിന്നെ ഞാൻ എന്നുള്ളത്, അതട്ടം തിരിച്ചു ചോദിച്ചാൽ എന്താവും അവസ്ഥ അല്ലേ? പകുതി സർജറി ബാക്കി സ്ത്രീയാണല്ലോ. സ്ത്രീ അല്ലെന്നാരാ പറഞ്ഞേ? സ്ത്രീ അല്ലേ ജാസി പറഞ്ഞോ? ഇത് ജാസി എന്തിനാ പറയുന്നത്? ഇതൊക്കെ നമുക്ക് കണ്ടാലും കേട്ടാലും മനസ്സിലാവണ കാര്യല്ലേ? അതല്ല, അവര് വെറുതെ വേഷം കെട്ടി നടക്കുന്ന ആളാണെന്നുള്ളതാണ്. ഇനി ഗവൺമെന്റ് ആണ് ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത്. UDF സർക്കാർ അധികാരത്തിൽ വന്നല്ലോ, VD സതീശൻ മുഖ്യമന്ത്രി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തീരുമാനമാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കുക. ആകെ 200 ചില്ലറ ആളുകളല്ലേ ഉള്ളൂ ഈ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വോട്ടർ ഐഡിയിൽ പേരുള്ള ആളുകൾ. ബാക്കിയുള്ള ആളുകൾക്ക് വോട്ടുണ്ടോ എന്ന് പോലും സംശയമാണെന്നുള്ള 271 ആളാണ് ഈ കേരളത്തിൽ ആകെയുള്ള ട്രാൻസ് വോട്ടർമാർ. ഇതിനൊക്കെ കൃത്യമായ ഒരു പഠനം നടത്തണം. എന്തായാലും 2021 നടക്കാത്ത ഗണേഷുമാരി ഉണ്ടല്ലോ ഈ സെൻസസ്, ഇതൊന്ന് ഈ വർഷമെങ്കിലും എടുക്കാൻ കഴിയോ? ഇവിടെ എത്ര എണ്ണം ഇങ്ങനെയുള്ളത് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളോടാണ് പറയാനുള്ളത്, നിങ്ങൾ പ്രതികരിക്കണം. ഈ വിഷയത്തിൽ നിങ്ങളെ പ്രതികരിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഞങ്ങളുടെ സത്വം മനസ്സിലാക്കി ഞങ്ങൾ സ്ത്രീകളായി എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം കൂടുതൽ ഇവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ കാണുന്നില്ലേ? അവരുടെ വേഷഭൂഷാദികൾ നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ ഏത് സ്ത്രീകളാണ് ഈ രീതിയിൽ നടക്കുന്നത്? ഞാൻ ഈ സ്ത്രീകളെ അവഹേളിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാണ്. നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അഭിപ്രായം രേഖപ്പെടുത്തുക, പരമാവധി ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കൂടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.